അൺഫോർച്യുനേറ്റ്ലി ആ പ്ലാൻ ഒന്നും നടന്നില്ല. എണീറ്റപ്പോ സമയം ഏകദേശം 10 മണിയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. രണ്ട് സൂര്യൻ ഒരുമിച്ച് ഉദിച്ച പോലെയായിരുന്നു ഇവിടുത്തെ വെളിച്ചം. പക്ഷെ ചൂടില്ല. അതിലൊരു സമാധാനമുണ്ട്. നേരെ തൊട്ടപ്പുറത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ കയറിയിട്ട് നമ്മളൊരു മസാല ദോശയും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റൂമിലെത്തി പ്ലാനിങ് ആയിരുന്നു. എവിടെ പോകണം, എങ്ങനെ പോകണം, പ്ലാനിങ് ചെയ്ത് സമയം ഉച്ച കഴിഞ്ഞു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്പോട്ടിലേക്കാണ് പോയത്. അങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. കാരണം ഇന്ന് രാത്രിക്കുള്ള വണ്ടിക്ക് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് പോരണം. അങ്ങനെ അവിടുന്ന് ഒരു ഊബർ വിളിച്ച് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. പോരണ വഴിക്ക് ഊബറുകാരന്റെ കലാവിരുദ്ധാണ് നിങ്ങൾ ഈ കാണുന്നത്. ആശ ഫുൾ ടൈം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക. ഇടയ്ക്ക് 2 വണ്ടിയുമേ പോയി ചേരേണ്ടതായിരുന്നു. എന്തൊക്കെയോ ഭയം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് അങ്ങനെ റൂമിലെത്തി. ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നേരെ കോഴിക്കോടേക്കുള്ള ബസ് കയറാൻ വന്നു. അങ്ങനെ ഇതാണ് നമ്മൾ കയറിയ ബസ്. വന്ന ബസ്സിനേക്കാൾ കിടിലനായിരുന്നു ഈ ബസ്സിന്റെ ഉള്ളിൽ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഈ ബസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ പോരാത്തിന് എനിക്ക് ഈ വിൻഡോ സൈഡാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ച എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ബസ് എടുത്തപ്പോൾ ചെറുതായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ നീറ്റത് ഏകദേശം 2 മണി സമയമായപ്പോഴാണ്. ആ സമയത്താണെങ്കിൽ വണ്ടി പോകുന്ന ഒരു കാടിന്റെ ഉള്ളിലൂടെയാണ്. വീണ്ടും പ്രതീക്ഷ കൈവിടാണ്ട് ഞാൻ അവിടെ നോക്കിയിരുന്നു. വല്ല ആനേനോ പുലിനോ എന്തിനേലൊക്കെ കാണുമല്ലോ വിചാരിച്ച്. അങ്ങനെ എനിക്ക് ഒരു ആനേനെ കാണാൻ പറ്റി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ റൂട്ടിനായിരുന്നു മൊത്തം ബാംഗ്ലൂരിൽ നിന്നുള്ള ബസ്സുകൾ വന്നിരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും മൊത്തം ബാംഗ്ലൂർ സൈഡിൽ നിന്നുള്ള ബസ്സുകളായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് വന്നു. വന്നപ്പോഴാണെങ്കിൽ പെരുമഴ. പിന്നെ ബസ് കയറാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബസ്സും പിടിച്ച് റൂമിലേക്ക് പോന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം.